വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയും സംഘവും മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. മരിച്ച രാധയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. ഇന്ന് മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDF-ഉം SDPI-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കടുവ ആക്രമണം നടന്ന സ്ഥലത്ത് RRT സംഘം കൂട് സ്ഥാപിച്ചു. തൽക്കാലം കൂട് സ്ഥാപിച്ച് ഈ കടുവയെ പിടിക്കുക എന്നുള്ളതാണ് ശ്രമം. ഒപ്പം അതിന് കഴിഞ്ഞില്ല എങ്കിൽ വെടിവെച്ച് കടുവയെ പിടിക്കാനും അല്ലെങ്കിൽ വെടിവെച്ച് വേണമെങ്കിൽ കൊല്ലാനുമുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡ്രോണുകളുടെ സഹായവും തേടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെയും വൈകിട്ട് 3 മണിക്ക് ശേഷവും മറ്റും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന ചില സ്ഥിരീകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു. നമ്മളത് കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നോക്കും മുമ്പിൽ പോയ ആൾ നോക്കും തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മീറ്റർ അകലേ ഉള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അന്ന് എണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആൾ കടുവ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ വന്ന് ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു അവിടെ ഉണ്ട് സാധനം കണ്ടു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് നടന്നു പോയത് മെല്ലെ നടന്ന് മാറി. അതിലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി കിടന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ ഉണ്ട് ഇവിടെ പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്. ഇന്നലെയാണ് ഈ പ്രദേശത്തെ നടുക്കിയ കടുവയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ മുതൽ വനത്തിനുള്ളിൽ RRT സംഘം തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ക്യാമറ ടാപ്പുകളും തെർമൽ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ഏറ്റവും അത്യന്താധുനികമായ സംവിധാനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവർക്ക് സ്വൈരജീവിതം നഷ്ടപ്പെട്ട പശ്ചാത്തലമാണ്. കടുവ വീണ്ടും ആക്രമിക്കും എന്ന ഭീതിയുണ്ട്. കാപ്പി പറിക്കാൻ പോയ രാധ എന്ന സ്ത്രീയെ കടിച്ചു കൊന്ന് ഏതാണ്ട് 30% ശരീരഭാഗങ്ങളും ഈ കടുവ ഭക്ഷിച്ചു എന്ന വാർത്തയൊക്കെ വലിയ ഞെട്ടലാണ് ആ പ്രദേശത്ത് ഉണ്ടാക്കിയത്. കാട്ടാന ആക്രമണം തുടരുന്നുണ്ട്, കടുവ ആക്രമണമുണ്ട്. അങ്ങനെ നരഭോജികളുടെ ഒപ്പം കാട്ടാനയുടെയും മറ്റും ഭീതിയിൽ നാട്ടുകാർ ഈ വനമേഖലയുടെ പരിസരത്ത് താമസിക്കുന്നവരൊക്കെ വല്ലാത്ത ആശങ്കയിലാണ് എന്നുള്ളതാണ്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, രാധയുടെ വീട്ടിൽ ഇന്നലെ മന്ത്രിയും കളക്ടറുമൊക്കെ വൈകുന്നേരം എത്തിയിരുന്നു. 5 ലക്ഷം രൂപയുടെ പ്രാഥമികമായ സഹായം ചെക്ക് കൈമാറി നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ വേണ്ടത് ഈ കടുവയെ കണ്ടെത്തുക, മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ കൂട്ടിൽ അതിനെ കുടുക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പരമാവധി ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്ത് തുടരുകയാണോ? രഞ്ജിത്ത്, ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ കടുവയെ പിടികൂടുക എന്നത് തന്നെയാണ്. ഇതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ രാധയെ ആക്രമിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് ഈ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടിൽ ഒരു ജീവനുള്ള ആടിനെയും വെച്ചിട്ടുണ്ട്. കൂട് തന്നെ വലിയ സവിശേഷതയോടുകൂടിയാണ്. ഏതാണ്ട് വനത്തിന്റെ ഒരു പ്രകൃതത്തിൽ തന്നെ ഇലകളും മരച്ചിലകളുമൊക്കെ ചേർത്ത് ആണ് ഈ കൂട് ശരിയാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു ഇരയെ കൊന്ന ശേഷം അവിടേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മടങ്ങിയെത്തുകയാണ് കടുവയുടെ ശീലമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ രാധയെ കൊന്ന ഇടത്തേക്ക് വൈകാതെ ഈ കടുവ തിരിച്ചെത്തും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം 3 മണിക്കും രാവിലെയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെങ്കിലും വൈകുന്നേരത്തോടുകൂടി വീണ്ടും കടുവ എത്തിയതായി അറിഞ്ഞിരുന്നു. പക്ഷേ ഈ കൊന്നിട്ട സ്ഥലത്തിന് ഏതാണ്ട് അടുത്തുവരെ എത്തുകയാണ് ചെയ്തത്. പക്ഷേ ആൾക്കൂട്ടത്തിന്റെയൊക്കെ ഒരു സാന്നിധ്യം കാട്ടിൽ കണ്ടതോടുകൂടി ഈ കടുവ മടങ്ങിയിരിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. ഇന്നലെ രാത്രിയിലുടനീളം ആ മേഖലയിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. തെർമൽ ഡ്രോണുകളൊക്കെ അടക്കം ഉപയോഗിച്ച് ഈ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കൂട്ടിലേക്ക് കടുവ ആകർഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്. ഒപ്പം ഈ കാട്ടിനുള്ളിൽ വിവിധയിടങ്ങളിലായി ഈ ക്യാമറ ട്രാപ്പുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ട്രാപ്പുകളിൽ കടുവ പതിയുമ്പോൾ
ഏത് കടുവയാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണത്തിന് കാരണമായത് എന്ന് കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുമുള്ളത്. പക്ഷേ നിലവിൽ ക്യാമറ ട്രാപ്പിൽ ഈ കടുവ പതിഞ്ഞതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉള്ള കടുവയാണോ അതോ നേരത്തെ ഈ പുൽപ്പള്ളിയിലും മറ്റും കണ്ട പോലെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കടുവയാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായി വനം വകുപ്പ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കടുവയെ കുടുക്കുന്നതിനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ്. അത് കൂടിനുള്ളിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ദൃശ്യപരിധിയിൽ എവിടെയെങ്കിലും എത്തിയാൽ വെടിവെക്കാൻ പറ്റുമെങ്കിൽ വെടിവെച്ച് പിടികൂടുന്നതിനും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിനുമുള്ള ഉത്തരവൊക്കെ ഇറങ്ങിയ സാഹചര്യത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിനുമുള്ള ഒരു മാർഗം അവലംബിക്കും എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മേഖലകളിലെ ആഗമനം വലിയ ഭീതിയാണ് നിലവിൽ ഉള്ളത്. കാരണം ഈ നരഭോജിയായ ഒരു ആളെ കൊന്ന ഈ കടുവ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് എത്തിയാൽ ആൾനാശം വരും, അല്ലെങ്കിൽ മറ്റു കുട്ടികളടക്കം വയോധികരടക്കമുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലും സമീപപ്രദേശങ്ങളിലുമൊക്കെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന വലിയ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു ജനവാസ കാരണം കർഷകരാണ്, അവർക്ക് പുറത്തിറങ്ങാതെ സാഹചര്യമില്ല, അവരുടെ ജീവനോപാധിയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്. അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ കടമയാണ്. വനംവകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ അതിന് ശ്രമങ്ങൾ നടത്തേണ്ടി വരും, സ്വാഭാവികമാണ്. ഏത് നിമിഷവും കടുവയുടെ ആക്രമണം ഉണ്ടാകാം എന്ന ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനത ഇവിടെ മാത്രമല്ല, നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അവർക്കുള്ള സംരക്ഷണം നൽകണം. അപ്പോൾ ഇന്നലെ രാത്രിയിലും മറ്റും ഈ കടുവയ്ക്കായി അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉള്ള സംരക്ഷണത്തിനായി വനംവകുപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. RRT സംഘമൊക്കെ രാത്രിയും പരിശോധന തുടർന്നോ കൂട് വെച്ച് അവിടെ കടുവയെ പിടിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് വിജയം കാണുമെന്ന പ്രതീക്ഷ വനംവകുപ്പിനുണ്ടോ? തീർച്ചയായും അങ്ങനൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. കാരണം ഒരു ഇടത്ത് ഒരു ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇരയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു മേഖലയോട് ചേർന്ന ഒരു 2-3 കിലോമീറ്റർ ചുറ്റിനുമുന്നിൽ ഏതാണ്ട് ഒരാഴ്ചയോളം കടുവ കാണും എന്നൊരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. നമ്മൾ നേരത്തെ പുൽപ്പള്ളിയിൽ കണ്ടതാണ്. ആദ്യം ഒരു ആടിനെ പിടിക്കുന്നു, പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ ആടിനെ പിടിക്കുന്നു. ഒരാഴ്ചയോളം ആ മേഖലയിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരാഴ്ച MS സനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. RRT സംഘം വനത്തിനുള്ളിലും നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കാരണം നാട്ടുകാർക്ക് വലിയ തോതിലുള്ള ആശങ്കയിലാണ് കാര്യങ്ങൾ, യാതൊരു സംശയവുമില്ല. ജീവനോപാധിയാണ്, അവർക്ക് പുറത്തിറങ്ങണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കാർഷിക വൃത്തിയിലും മറ്റും ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇന്നലെ തന്നെ രാധയ്ക്ക് സംഭവിച്ചത് കാപ്പിക്കുരു പറിക്കാനായി തോട്ടത്തിലേക്ക് പോയ രാധയാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്, കൊന്നത് എന്നുള്ള ഏറെ നിർഭാഗ്യകരമായ ഒരു കാര്യമുണ്ട്. സമാനമായ അവസ്ഥ മറ്റുള്ളവർക്ക് വന്നുകൂടാ. ഭീതിയിലാണ് അവരൊക്കെ. സ്വാഭാവികമായും അതിനുള്ള ഈ കടുവ എന്ന് പറയുന്ന നാട്ടിലിറങ്ങുന്ന ഭക്ഷണം അതിൻ്റെ ഇര തേടിയും മറ്റുമാണ്. കാട്ടിൽ ഭക്ഷണം ലഭിക്കാതാകുമ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ ആക്രമിക്കുക, ആടിനെ കടിച്ചു കൊല്ലുക, മനുഷ്യരെ കിട്ടിയാൽ മനുഷ്യരെ ആക്രമിക്കുക, മറ്റ് നാട്ടുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി കേൾക്കുന്നതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് വളരെ അകലെയാണ്, യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. നാട്ടുകാരുടെയൊക്കെ വലിയ ആശങ്കയും ആ തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ ഇന്നലെ കണ്ടതാണ് എത്ര ഭീതിയിലാണ് ആ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ഉണ്ടായത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ 11 ലക്ഷം രൂപ മരിച്ച രാധയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ചു. അതിൽ 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു ഇന്നലെ മന്ത്രി OR കേളു അടക്കം അവിടെ എത്തി കൈമാറി. അനീഷ, തുടരാം. രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുൽപ്പള്ളിയിലൊക്കെ ഒരാഴ്ചയോളം നിരന്തരമായി ആ കടുവയുടെ സാന്നിധ്യം ഒരു 2-2.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മേഖല വിട്ട് കടുവ ഒരുപാട് ദൂരത്തേക്ക് പോയില്ല എന്നൊരു നിഗമനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിലും RRT സംഘം കാട്ടിനുള്ളിൽ വിവിധ ഇടങ്ങളിൽ സാധ്യതയുള്ള ജനവാസ മേഖലകളോട് ചേർന്ന ഇടങ്ങളിലുമൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏതു വിധേനയും ഈ കടുവയെ പിടികൂടുക, അല്ലെങ്കിൽ മയക്കൊടി വെക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നീ ഉദ്ദേശമൊക്കെ തന്നെയാണ് വനവകുപ്പിനുള്ളത്. കാരണം വലിയ ജനരോഷമാണ്
ഈ മേഖലകളിൽ ഉയരുന്നത്. സാധാരണഗതിയിൽ ആന ഇറങ്ങുന്നു, അല്ലെങ്കിൽ കടുവ ഇറങ്ങുന്നു, വളർത്തു മൃഗങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ കാണുമ്പോഴും ഇവിടെ ഒരു മനുഷ്യജീവനെയാണ് അത് ഭക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ തന്നെ ഈ മന്ത്രി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയപ്പോൾ ഈ ജനരോഷത്തിന്റെ ചൂടറിയുകയും അദ്ദേഹത്തിന് മടങ്ങേണ്ട സാഹചര്യം വരികയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം വയനാടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ആ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും വരികയും അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മൃതദേഹം എടുക്കാൻ പിന്നീട് ജനങ്ങൾ സമ്മതിക്കുകയുമായിരുന്നു. എന്തായാലും അതിൽ നാട്ടുകാർ ഈ മൃതദേഹം എടുക്കാൻ അനുവദിച്ചപ്പോൾ അതിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ഈ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു ആവശ്യമായിരുന്നു. സർക്കാർ അധികം വൈകാതെ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും വൈൽഡ് ലൈഫ് വാർഡൻ ഈ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മാത്രമാണ് ജനങ്ങൾ ആ മൃതദേഹം ആ കാട്ടിൽ നിന്ന് പുറത്തേക്കിറക്കാൻ പോലീസ് സമ്മതിച്ചത്. ഒപ്പം ഈ മരിച്ച രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം തന്നെ മന്ത്രിയും കളക്ടറും അടക്കമുള്ള വനംവകുപ്പിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഈ രാധയുടെ വീട്ടിലെത്തുകയും കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തിരുന്നു. രാധയുടെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക് ജോലി നൽകണമെന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യവും ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ഇങ്ങനെ ഈ ആളുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം ഈ നാട്ടുകാർ ആ സമയത്ത് വലിയ പ്രതിഷേധത്തിലായിരുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമാണ് മൃതദേഹം ഈ കാട്ടിൽ നിന്ന് എടുക്കാൻ പോലും നാട്ടുകാർ സമ്മതിച്ചത്. അതിനുശേഷം ഈ മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 8 മണിക്ക് ശേഷം ഈ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്തുള്ള ഈ രാധയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഈ കടുവയെ കണ്ടെത്തണം എന്ന ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായി ഉയരുന്നത്. ജനവാസ മേഖലയിൽ എത്തിയ ഈ നരഭോജിയായ ഈ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യതകളാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്നും അവർ പങ്കുവെക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഈ കാട്ടാനയും കടുവകളുമൊക്കെ ഇറങ്ങി ജനജീവിതത്തെ അങ്ങേയറ്റം ദുസ്സഹമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് എത്തിയിരിക്കുകയാണ് ജനങ്ങൾ. കൃത്യമായ ശാശ്വതമായ നടപടികൾ അനിവാര്യമാണ് എന്നാണ് അവർ ഒറ്റക്കെട്ടായി പറയുന്നത്. എന്തായാലും വലിയൊരു കലാപത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ നിന്നുമൊക്കെ ജനങ്ങൾ പിന്മാറിയത് ഈ കടുവയെ പിടികൂടും എന്ന സർക്കാരിന്റെ ഉറപ്പിന്മേലാണ്. 100-ലധികം വനംവകുപ്പ് സംഘമാണ് ഇപ്പോൾ കാട്ടിനുള്ളിലെ വിവിധയിടങ്ങളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന ഇടങ്ങളിലൊക്കെ ശക്തമായ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. സംശയം ഈ കടുവ എത്താൻ ഇടയുണ്ടെന്ന് കരുതുന്ന ഇടങ്ങളിലെല്ലാം ക്യാമറ ട്രാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവയൊക്കെ ഓരോ നിമിഷവും വിലയിരുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വനമേഖലയോട് ചേർന്ന ഇടങ്ങളിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തി വരുന്നു. അങ്ങനെ എന്തായാലും ഇന്നൊരു ഉച്ചയ്ക്ക് മുമ്പായി ഈ കടുവയെ പിടികൂടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ പ്രതീക്ഷയിലാണ്. കടുവയെ പിടികൂടാം എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ കടുവ ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആക്രമണം നടത്തിയ ശേഷം ഈ നാട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ അത് ഒരുപക്ഷേ ഈ കടുവയുടെ വീണ്ടും പുറത്തേക്കുള്ള വരവിനെയും ബാധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ. കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഏത് നിമിഷവും തങ്ങളുടെ വലയിൽ വീഴും എന്നുള്ള പ്രതീക്ഷയിൽ വനംവകുപ്പും RRT സംഘവും, വനംവകുപ്പിന്റെ RRT സംഘവും മറ്റും ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലും മറ്റുമാണ്. ഇന്നലെ മുതൽ ആ ഒരു അവസ്ഥ അവിടെയുണ്ട്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ 100 ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അവർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ, നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അത് വല്ലാതെ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നുമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഈ വാർത്താ ബുള്ളറ്റിൽ തന്നെ പോകണം. അല്പസമയത്തിനകം അനീഷ് ചേരും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. മറ്റൊന്ന് ഈ പാലക്കാട് വാളയാറിൽ നിന്നാണ്. പാലക്കാട് നമുക്കറിയാം, വാളയാർ പ്രദേശം എന്നൊക്കെ പറയുന്നത് എപ്പോഴും കാട്ടാനകളുടെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ കാട്ടാന ആക്രമണം വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെ കാട്ടാന ചവിട്ടി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. വാദ്യാർച്ചള സ്വദേശി വിജയന് പരിക്കേറ്റു. ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിനും അരയ്ക്കും പരിക്കുണ്ട്. കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ഇറങ്ങവെയാണ് വിജയനെ ഈ കാട്ടാന തന്നെ തിരികെ ഓടിക്കുന്നത്.
സ്ഥിരമായി ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. ആന ഇറങ്ങുക മാത്രമല്ല, അത് കൃഷി നശിപ്പിക്കും. കർഷകർക്ക് വലിയ തലവേദനയാണ്, വലിയ പ്രശ്നമാണ് ഈ ആനകളുടെ വരവ്. കുറെ ദിവസമായി ഈ മേഖലയിൽ ആനകൾ തമ്പടിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഈ കർഷകൻ ചികിത്സയിലാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. മലപ്പുറം ഊർങ്ങാട്ടേരിയിലെ കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് വനംവകുപ്പ്. മലപ്പുറം കളക്ടറേറ്റിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി. വനം വകുപ്പ് ഫണ്ടിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. കാട് കയറ്റിയ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തും. അവിടെ വെച്ച പട്രോളിംഗ് ആണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു കുങ്കി പട്രോളിംഗ്, ഒരു കൺഫ്രണ്ടേഷൻ ലെവലാണ് കുങ്കി പട്രോളിംഗ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സജ്ജമായ മെഡിക്കൽ ടീമോട് കൂടി മയക്കുപിടി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. മയക്കുപിടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാരെ അടക്കം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ കുങ്കിയാനേനെ അവിടെ നിർത്തിയത്. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. അത് ചെയ്തു തരാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും വേഗതയാർന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. ആന വീണ കിണറിന്റെ ഉടമയായ കൂരംകല്ലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, നിലമ്പൂർ നോർത്ത് DFOP കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് അംഗം, കാർഷിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കിയിൽ കാർഷിക വിളകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി. മുരിക്കാശ്ശേരി സ്വദേശി തോമസ് ജോർജിന്റെ കൃഷിയിടത്തിലാണ് ആക്രമണം ഉണ്ടായത്. മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ കൃഷിയിടത്തിലാണ് അക്രമം. 4 വർഷം പ്രായമായ 54 തെങ്ങിൻ തൈകളും 37 കുരുമുളക് ചെടികളും 6 ജാതിച്ചെടികളുമാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. നാഗാലാൻഡിലേക്ക് യാത്ര പോയിരുന്ന തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് ഇവ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. 4 വർഷമായിട്ട് ഞാൻ പോറ്റി കൊണ്ടുവന്നതിനകത്ത് ഈ 5-ാം തീയതിക്കും ഈ 25-ാം തീയതിക്കുള്ളിലാണ് ഇവർ ശല്യം ചെയ്തിട്ടുള്ളത്. ആ വ്യക്തിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത്തവണ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നതും കൃത്യം പേര് വെച്ച് തന്നെയാണ്. DXT ഇനത്തിൽപ്പെട്ട 68 തെങ്ങിൻ തൈകളാണ് തോമസ് നട്ടുവളർത്തിയത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ തൈകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. പുതിയ തൈകൾ വെച്ച് പരിപാലിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിലെ എക്സൈസ് സമുച്ചയ നിർമ്മാണത്തിന് ടെൻഡർ നടപടിയായി. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച് 4 വർഷം പിന്നിടുമ്പോഴാണ് പദ്ധതിക്കായി ഏറ്റവും ഒടുവിൽ നടപടിയാകുന്നത്. 1 വർഷം മുൻപ് മണ്ണ് പരിശോധന നടത്തിയതൊഴിച്ചാൽ കാര്യമായ പ്രവർത്തനം നടന്നിരുന്നില്ല. ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന് എതിർഭാഗത്തായി നിലവിലെ കാലപ്പഴക്കം ചെന്ന സർക്കിൾ ഓഫീസ് പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പദ്ധതി അനിശ്ചിതമായി നീണ്ടത്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ, പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന പട്ടണമായ പുനലൂരിൽ എക്സൈസ് കോംപ്ലക്സ് എന്നത് ദീർഘകാലമായി നമ്മുടെ പുനലൂരിന്റെ ഒരു ആവശ്യമായിരുന്നു. ഒട്ടേറെ ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നഗരസഭ ആ കോംപ്ലക്സ് നിൽക്കുന്ന കണ്ണായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും നഗരസഭ വേറെ സ്ഥലത്ത് എക്സൈസ് കോംപ്ലക്സ് പണിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. ഇപ്പോ ഏതാണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ച് സമഗ്രമായ ഒരു എക്സൈസ് കോംപ്ലക്സ് പുനലൂരിൽ വരികയാണ്. സർക്കിൾ ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ്, ക്വാർട്ടേഴ്സുകൾ, ലഹരി വിമുക്ത പദ്ധതിയുടെ ഓഫീസ്, തൊണ്ടിമുറി എന്നിവയടക്കം പുതിയ കെട്ടിടത്തിലൊരുക്കും. 3 കോടിയോളം രൂപയാണ് ചിലവ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആർക്കിടെക്ചർ വിഭാഗമാണ് രൂപരേഖ തയ്യാറാക്കിയത്. നിലവിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ്. ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ടാർപോളിൻ വിരിച്ചാണ് ചോർച്ചയിൽ നിന്നിപ്പോൾ കെട്ടിടം സംരക്ഷിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ.
മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. കോതമംഗലം വെണ്ടുവഴിയിൽ ആഘോഷമായി കൊയ്ത്തുത്സവം നടന്നു. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. 3 മാസം മുൻപാണ് കൃഷി ഇറക്കിയത്. കർഷകനായ വെണ്ടുവഴി സ്വദേശി ഷിബുവിന്റെ പാടത്താണ് വിത്ത് വിതച്ചത്. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയായിരുന്നു കൃഷി. ഞാറുനടിയിൽ മുതൽ കൊയ്ത്തുത്സവം വരെ ഇവർ ആഘോഷമാക്കി. 3 മാസം മുമ്പ് ഞങ്ങളിവിടെ നടാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഞങ്ങളെ വിളിച്ചത്, കൊയ്യാനും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കൃഷിയെപ്പറ്റി പഠിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃഷിയെ അടുത്തറിയാൻ സാധിച്ചതായി അധ്യാപിക. മുഖ്യ ആഹാരമായ അരി നെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് കുട്ടികൾക്ക് അറിവില്ലായിരുന്നു. അതിനാൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പാടത്ത് വന്ന് ഞാറ് നടുകയും ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചരിക്കുകയും ഇന്നിപ്പോൾ കൊയ്യുകയും ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് പലരും കറ്റ കാണുന്നത് തന്നെ. ഇതിനവസരം തന്ന മാലിയിൽ കുടുംബാംഗത്തോട് ഉള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. കൃഷിയും കൃഷിരീതികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടുള്ള കൊയ്ത്തുത്സവം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ന്യൂസ് 18 കോതമംഗലം. ചങ്ങരംകുളത്ത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 17-കാരി പ്രസവിച്ചു. സംഭവത്തിൽ 21-കാരനായ യുവാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ ആത്മസുഹൃത്താണ് പിടിയിലായ യുവാവ്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ പെൺകുട്ടി പ്രസവിക്കുകയായിരുന്നു. ചങ്ങരംകുളം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പിടികൂടിയത്. ചങ്ങരംകുളം CI ഷൈന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠന സമയത്താണ് യുവാവ് പെൺകുട്ടിയുമായി അടുത്തതെന്നാണ് വിവരം. ഇയാൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കൊല്ലം കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി. വെള്ളിമൺ കുളമട സ്വദേശി സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടി 75 വയസ്സുകാരി സുകേശിനി അമ്മ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ഇതിനുള്ള മരുന്നിനു പകരം മാനസിക രോഗത്തിന് നൽകുന്ന മരുന്ന് മാറി നൽകിയെന്നാണ് പരാതി. ഈ സമയം ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരു ജീവനക്കാരനാണ് മരുന്ന് നൽകിയതെന്നും ഇവർ പറയുന്നു. മാറി നൽകിയ മരുന്ന് കഴിച്ച് ഇവർ ബോധരഹിതയായി. തുടർന്നുള്ള പരിശോധനയിലാണ് മരുന്ന് മാറി നൽകിയതായി തിരിച്ചറിയുന്നത്. തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാൾ ലൈവ് വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇടക്കേടുണ്ടായിരുന്നു. ഇതിനടുത്തൊന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നത്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു മറ്റവർ ഇരിക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു അന്ന്. എടുത്ത് ചോദിച്ചു കൊളസ്ട്രോളിൻ്റെ ഇല്ലയോ. അന്നേരം കൊളസ്ട്രോളിൻ്റെ ഇല്ല, ഈ കാണുന്ന ഇത്രയും വേറെ കഴിക്കാൻ. അതെനിക്ക് ഇതിന് മുമ്പ് പനിയായിട്ടൊക്കെ ചെന്നപ്പം എഴുതി തന്നതിൻ്റെ ഒക്കെയാണ്. അതെനിക്കറിയാമല്ലോ, എഴുതി തന്നെ അന്നത്തെ അത് നോക്കി അവരടിച്ചത്. അതിൽ ഇതൊന്നുമില്ല, ഇത് മാറിയതെടുത്ത് തന്നു. സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത്. അങ്ങനെ ഇത് കഴിച്ചൊരു ദിവസം കൊണ്ട് തുടങ്ങി. ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥയുണ്ടായി. അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു. ഈ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രോഗിയുടെ അമ്മ, ഈ രോഗിയുടെ മകള് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ശരീരത്തിന് നല്ല അസ്വസ്ഥയുണ്ടെന്ന് പറയുകയും ആ ഫോൺ ഇടയ്ക്ക് കട്ടാവുകയും ചെയ്തു. അമ്മ ബോധം കെട്ട് മറിഞ്ഞ് വീട്ടിൽ വീഴുകയാണ്. സംഭവത്തിലെ വീഴ്ച അന്വേഷിക്കുമെന്ന് മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 കൊല്ലം. റോഡ് നിർമ്മാണം പാതി വഴിയിലായതോടെ ദുരിതമനുഭവിക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് എരുവാട്ടി നിവാസികൾ. 9 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തി 2 വർഷമായിട്ടും എങ്ങും എത്തിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സാമാന്യം കുഴപ്പമില്ലാതെ കിടന്നിരുന്ന റോഡാണ് ടാറിങ്ങിനായി വെട്ടിപ്പൊളിച്ചത്.
മേരിഗിരി മുതൽ എരുവാട്ടി വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് യാത്ര ദുഷ്കരമായത്. ഇളകിക്കിടക്കുന്ന മെറ്റലുകളിൽ കൂടി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്കാണ് കല്ലുകൾ പതിക്കുന്നത്. മഴക്കാലത്ത് ചെളിക്കുളമായിരുന്ന റോഡിൽ വേനൽക്കാലത്ത് പൊടിശല്യം രൂക്ഷമാണ്. കടകളിലും വീടുകളിലും സ്വസ്ഥമായിരിക്കാൻ പറ്റാത്ത സ്ഥിതി. പലതവണ പരാതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല. ഇവിടെ പൊടി കാരണം വളരെ വിഷമമാണ്. കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ കടക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നുവെച്ചാൽ 6 മാസം അല്ല 9 മാസം കൊണ്ട് തീരുന്ന റോഡ് പണിയാണ്. അത് 1.5 വർഷമായിട്ടും ഇതുവരെ പണി തീർക്കാൻ പറ്റിയില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. വണ്ടികളെല്ലാം ഓടാനും അതുപോലെ ബസ്സുകളെല്ലാം വരുന്ന ആഴ്ച മുതൽ ബസ് സർവീസ് വരെ നിർത്തിപ്പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജലജീവൻ മിഷന്റെ പൈപ്പുകൾ ഇതുവഴി വരാനുണ്ടെന്നും അതാണ് കാലതാമസമെന്നും അധികൃതരുടെ മറുപടി. എന്നാൽ ടാറിങ്ങിന് മുമ്പ് നടത്തേണ്ട മറ്റു പ്രവൃത്തികൾ വൈകാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിന് മറുപടിയുമില്ല. റോഡിന് 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡാണ്. അപ്പോൾ ഈ കരാർ എടുത്തിട്ട് ഇവർ ഒന്നുകിൽ KSEB അവർ പരാതി കുറ്റം പറയും, ഇല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അവർ കുറ്റം പറയും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടുത്തെ വാഹനങ്ങൾ തുഴഞ്ഞിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. അതുപോലെ കുഴമ്പ് പരുവത്തിലെ റോഡായി കിടക്കുമായിരുന്നു. മഴ കഴിഞ്ഞു പൊടിയായി. അതുപോലെ തന്നെ ഇവിടെയുള്ള ചില ഭാഗങ്ങൾ ഇവർ മാന്തി ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മാന്തിയെന്ന് അവർക്ക് പോലും അറിയത്തില്ല. എന്നിട്ട് അവിടെ കുറേ GSP നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കല്ല് തെറിച്ചിട്ട് അപകടം. ഈയൊരു വ്യക്തി നടന്നു പോയപ്പോൾ ഒരു ലോറി പോയപ്പോൾ അവിടെ നിന്ന് കല്ല് തെറിച്ചിട്ട് ഒരു ചെറിയ തലമേരം എവിടെ നിന്ന് ആരെ ഇഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത്. അപ്പോൾ വണ്ടിക്കാരൻ നിർത്തിച്ചു വന്ന് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് അപകട സാധ്യതയാണ്. ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകളിൽ കൂടി ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരുന്നത് പ്രായമായവർക്കും കുട്ടികൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. കരാറുകാരന്റെ അനാസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെന്നാണ് ആരോപണം. ന്യൂസ് 18 ആലക്കോട്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. നഗരത്തിലെത്തുന്ന ആളുകൾക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. പരാതി നൽകിയിട്ടും നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇടുക്കി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്കുള്ള പാതയിലാണ് മലിനജലം ഒഴുകുന്നത്. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒഴുകുന്നതെന്നാണ് പരാതി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഈ ദുരവസ്ഥ. മലിനജലം പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നു. മാസത്തോളമായി. കാരണം മഴയുള്ളപ്പോൾ ഇത് മഴയുടെ കൂടി തന്നെ ഒലിച്ചു പോകും. ഇതിപ്പോൾ മഴയില്ല, വെയിലായപ്പോഴത്തേക്ക് ആ മാലിന്യം ഇവിടെ ഒഴുകി വന്നവിടെ കെട്ടിക്കിടക്കുക. ഞങ്ങൾക്ക് ഈ ഡോറൊന്നും തുറന്നു വെക്കാനേ പറ്റത്തില്ല. ഈ കടയിൽ ഈ ബിൽഡിങ്ങിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നം. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് ഇതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ദിവസങ്ങളായി ദുർഗന്ധം വമിക്കുമ്പോഴും നഗരസഭ ഇടപെടുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വിവിധ സ്ഥാപനങ്ങളിലെ ശുചിമുറി മാലിന്യങ്ങൾ നഗരത്തിലെ ഓടകളിൽ ഒഴുക്കുന്നതായും പരാതിയുണ്ട്. ഒരു ദുർഗന്ധം മൂലം ഇതിൽ നടക്കാനോ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് കാൽനട യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് ധരിച്ചു തുടങ്ങി. നഗരസഭ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കട്ടപ്പന. ബല്ലാക്കന്മാരുടെ ചരിത്രം പറയുന്ന തുളുനാട്ടിലെ ദുപ്പകളുടെ വിശേഷം അറിയാമിനി. കാസർഗോഡ് ആദൂർ മല്ലാവര ക്ഷേത്രത്തിന് സമീപത്തെ വയലിലാണ് ചരിത്രശേഷിപ്പായ ദുപ്പകൾ ഇന്നും ബാക്കി നിൽക്കുന്നത്. നാട്ടുരാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ദുപ്പകൾ. സമചതുര സ്തംഭാകൃതിയിലുള്ള നിർമ്മിതികൾ. കാറടുക്ക പഞ്ചായത്തിലെ ആദൂർ മല്ലാവര ക്ഷേത്രത്തിന് സമീപത്തുള്ള വയലിലാണ് നാടുവാഴിത്തത്തിന്റെ അടയാളങ്ങളുള്ളത്. ഒരു കാലഘട്ടത്തിലെ ബല്ലാക്കന്മാരുടെ അപ്രമാദിത്വത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണിത്. 17ാം നൂറ്റാണ്ടിൽ തുളുനാട്ടിൽ അധികാരം കൈയാളിയിരുന്നവരാണ് ബല്ലാക്കന്മാർ. ഇവരുടെ ചിതാഭസ്മത്തിന് മുകളിലാണ് ഇതിന്റെ നിർമ്മിതി. കുമ്പളസീമയിൽ നിന്നും ബല്ലാക്കന്മാർ അധികാരം പിടിച്ചെടുത്തുവെന്നത് ചരിത്രം. തുടർന്ന് 7 ദേശങ്ങളായി തിരിച്ച് 7 കുടുംബങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഈ നാട്ടുരാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ദുപ്പകൾ. ഗോരികൾ എന്ന പേരിലും സമാധി എന്ന പേരിലും അറിയപ്പെടുന്ന 6 ദുപ്പകൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. കാർഷിക സമൃദ്ധിയുള്ള ഈ പ്രദേശത്താണ് ഇവ സംരക്ഷിത സ്മാരകങ്ങളായി നിലനിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ആദൂരിലാണ് ദുപ്പകൾ എന്നറിയപ്പെടുന്ന സ്മാരകങ്ങൾ കാണപ്പെടുന്നത്. കുമ്പളസീമയിൽ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെ വല്ലാക്കന്മാരുടെ സ്മാരകങ്ങളായിട്ടാണ് ദുപ്പകൾ അറിയപ്പെടുന്നത്. വല്ലാക്കന്മാരുടെ മരണശേഷം അവരുടെ ചിതാഭസ്മവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് കെട്ടിയുയർത്തിയവയാണ് ദുപ്പകൾ എന്നറിയപ്പെടുന്ന സ്മാരകങ്ങൾ. ഇക്കേ നായക്കന്മാർക്ക് മുമ്പ് തന്നെ കുമ്പളസീമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ഭാഗമായിട്ട് ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെ വല്ലാക്കന്മാർ എന്നിവർ അറിയപ്പെടുന്നത്. ഈ വല്ലാക്കന്മാർ ചരിത്രം പറഞ്ഞവയാണ് ഈ ദുപ്പകൾ. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ വന്ന
മകവീർ എന്നറിയപ്പെടുന്ന പല്ലക്ക് ഭാഗവരും അംഗരക്ഷകരുമായ ആൾക്കാരുടെ ആരാധനാലയ സമയത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചെത്തുകല്ലും മണ്ണും കൊണ്ട് ശില്പചാരുതയോടെ നിർമ്മിച്ച ദുപ്പകളുടെ മധ്യത്തിൽ വായു സഞ്ചാരത്തിനായി 4 ഇഞ്ച് വിസ്തീർണമുള്ള സുഷിരമുണ്ട്. 300 വർഷത്തിലധികം പഴക്കമുള്ളവയാണിവ. ഉത്തര കേരളത്തിൽ കഴിഞ്ഞ 2000 വർഷം നിരവധി പേർ ഭരണം നടത്തിയെങ്കിലും അവരുടെയൊന്നും ശവകുടീരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്.